ഡാർക്ക് ഇതിൽ കൂടെ പോകുന്നു, ലൈറ്റ് കാണുന്നു. പിന്നെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം അവർ കാണുന്നു. അവരുടെ റിലേറ്റീവ്സോ ഈവൻ പെറ്റ്സ്, നമുക്ക് വലിയ ഇഷ്ടപ്പെട്ട ഡോഗൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവിടെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവർ നമുക്ക് ടൈം ആയില്ല എന്നുള്ള ഒരു മെസ്സേജ് തന്ന് അവർ തിരിച്ച് നമ്മളുടെ ബോഡിയിലേക്ക് വരുന്നു. അപ്പോൾ പലരും പറയുന്നത് താല്പര്യമില്ലായിരുന്നു വരാൻ. അതെല്ലാവരും അതാണ് പറയുന്നത്, അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നെ. ഇന്ന് ചിലർ പറയാറുണ്ട് ഒരു ടൈറ്റ് ഷൂവിനകത്തേക്ക് വീണ്ടും കാല് കയറ്റുന്ന നമുക്ക് ഷൂവിന് പുറത്തെടുത്ത് കഴിഞ്ഞ് നമുക്കൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന കാലിനെ ഒരു ടൈറ്റ് ഷൂവിനകത്ത് കയറ്റുന്ന ഫീലാണ് തോന്നുന്നത്. അതായത് ആരും തന്നെ ഇതിനകത്ത് തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നു. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ടത്തെ ചില സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഹൃദയം മാറ്റി വെക്കുമ്പം മാറ്റിവെച്ച ഹൃദയമുള്ള ആളുടെ ആത്മാവ് ഇയാളുടെ കൂടെ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. മരിച്ചുപോയ ആളുടെ ഓർമ്മകൾ വരിക, അതും യഥാർത്ഥത്തിലൊരു പുനർജന്മമാണ്. അതോ മറ്റൊരാളുടെ, നമ്മളിപ്പോൾ പരകായ പ്രവേശം എന്നൊക്കെ പറയത്തില്ല, ഒരാളുടെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അയാൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ പോയത് ചിക്കൻ നഗ്ഗറ്റ് കഴിക്കാനാണ്. അപ്പം ഇയാൾക്ക് തന്നെ ഒരു സംശയം, എനിക്കിത് ഇഷ്ടമുണ്ടായിരുന്ന ഫുഡല്ലല്ലോ. അപ്പം ആദ്യം പോയി അദ്ദേഹം കഴിച്ചിട്ടാണ്. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ അന്വേഷിച്ചറിഞ്ഞപ്പം അയാൾക്ക് കിട്ടിയ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് കിട്ടിയ ഹാർട്ട് ഈ മരണത്തിൽ നിന്നും തിരിച്ചു വന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ഞാൻ 1-2 പേരോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരേ രീതിയിലുള്ള കാര്യമാണ്. അതായത് വലിയൊരു പൈപ്പിനകത്തൂടെ പോകുന്നു, വലിയൊരു പ്രകാശത്തിലേക്ക് പോകുന്നു, കുറച്ചടുത്ത് നിന്ന് ആ പ്രകാശത്തിനടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആരോ വലിച്ച് തിരിച്ച് ബോഡിയിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമാണ് പലരും പറയാനുള്ളത്. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ യാഥാർത്ഥ്യമാണോ? അതും എല്ലാം ഇത് സബ്ജക്റ്റ് ഓരോരുത്തരും അവനവന് ഫീൽ ചെയ്യുന്നതാണല്ലോ. ഇത് തന്നെ ഈ കോമൺ പാറ്റേൺ കണ്ടതുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് ഈ സ്റ്റഡിയിലേക്ക് വരുന്നത്. വലിയൊരു പറയുന്ന ഒരു ഡാർക്ക്നെസ്സിൽ കൂടെ പോയി ലൈറ്റ് കാണുന്നു. ആദ്യം അവർ മുകളിൽ കാണാൻ പറ്റുന്നു, ദർ കമ്മിങ് ഔട്ട് ഓഫ് ദി ബോഡി. അത് കഴിഞ്ഞിട്ട് അവർക്കിത് വളരെ പെർസെപ്ഷനും എല്ലാം നന്നായിട്ട് കാണുന്നു. പിന്നെ ഒരു ടണൽ ഓർ ബ്ലാക്ക് ഡാർക്ക് ഇതിൽ കൂടെ പോകുന്നു, ലൈറ്റ് കാണുന്നു. പിന്നെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം അവർ കാണുന്നു. അപ്പോൾ അതിന് നമുക്ക് പറയാം, നമ്മളുടെ ബ്രെയിനിൽ ഇതെല്ലാം ഉണ്ടല്ലോ, ആ മെമ്മറികളെല്ലാം അന്നേരം വരുന്നതാണെന്ന് പറയാം. അപ്പോൾ എനിവേ അവരെല്ലാം അവരുടെ ലൈഫിനെ കുറിച്ച് ഒരു ഡ്രാമ പോലെ ഒരു സിനിമാറ്റിക്കായിട്ട് അവരുടെ ജീവിതത്തെ തന്നെ അവർ കാണുന്നു എന്നാണ് പറയുന്നത്. ജനറലി എല്ലാവർക്കും കാണുന്നൊരു കോമൺ ഫീച്ചറാണ്. പിന്നെ അവരുടെ റിലേറ്റീവ്സോ ഈവൻ പെറ്റ്സ്, നമുക്ക് വലിയ ഇഷ്ടപ്പെട്ട ഡോഗൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവിടെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവർ നമുക്ക് ടൈം ആയില്ല എന്നുള്ള ഒരു മെസ്സേജ് തന്ന് അവർ തിരിച്ച് നമ്മളുടെ ബോഡിയിലേക്ക് വരുന്നു. അപ്പോൾ പലരും പറയുന്നത്, ഇപ്പം ഒരു ഫേമസ് ഇതുണ്ട്, ഒരു പാം റെയ്നോൾ കേസിൽ അത് ശരിക്കും ഒരു അനൂറിസത്തിന് വേണ്ടി ഒരു ഓപ്പറേഷൻ, അത് വെരി ഡേഞ്ചറസ് ഓപ്പറേഷനാണ്. അപ്പോൾ അതിൽ അവരൊരു 10 ഡിഗ്രി അത് മരണം, ഈ ഓപ്പറേഷൻ ചെയ്താൽ മരിക്കും, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും മരിക്കും. ഓപ്പറേഷൻ ചെയ്താലും 90% മരണം ഉറപ്പായിട്ടുള്ളൊരു കേസിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ബ്രെയിനകത്ത് ഈ രക്തക്കുഴലിൽ വീർത്തു വന്ന് അനൂറിസം എന്ന് പറയും. അത് പൊട്ടുമ്പം പെട്ടെന്ന് വീണ് നമുക്ക് അറിയില്ല, പെട്ടെന്ന് മരണമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിന് ചെയ്തപ്പം 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അവരുടെ ബോഡിയെ തണുപ്പിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. അവർക്ക് വന്നൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞത് ഒത്തിരി വെൽ ഡോക്യുമെൻറ്റഡ്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു BBC ഒരു പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു 1 hour ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഡിസ്കസ്ഡ് ആയിട്ടും വളരെ ഡോക്യുമെൻറ്റഡാണ്. കാരണം ഇതെല്ലാം അണ്ടർ മെഡിക്കൽ ഇതിലാണല്ലോ അവരുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ പറയുന്നത്, എന്നെ ആരോ എനിക്ക് താല്പര്യമില്ലായിരുന്നു വരാൻ. അതെല്ലാവരും അതാണ് പറയുന്നത്, അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നെ. അവർ പ്രത്യേകിച്ച് പറയുന്നത്, എന്നെ ഒരു തണുത്ത വെള്ളത്തിലേക്ക് തള്ളിയിട്ട് ഫീലിംഗാണ് എനിക്ക് വന്നത്. പിന്നെ ചിലർ പറയാറുണ്ട് ഒരു ടൈറ്റ് ഷൂവിനകത്തേക്ക് വീണ്ടും കാല് കയറ്റുന്ന നമുക്ക് ഷൂവിന് പുറത്തെടുത്ത് കഴിഞ്ഞ് നമുക്കൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന കാലിനെ ഒരു ടൈറ്റ് ഷൂവിനകത്ത് കയറ്റുന്ന ഫീലാണ് തോന്നുന്നത്. അതായത് ആരും തന്നെ ഇതിനകത്ത് തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പേഷ്യൻസ്, പ്രത്യേകിച്ച് നമ്മളൊരു ടെർമിനലി ഇല്ല, ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് അല്ലെ റീനൽ ഫെയിലിയർ, ഡയാലിസിസിൽ പോകണം എന്നുള്ള ഒരു നില എത്തുമ്പം, അല്ലെ ലിവർ ഫെയിലിയർ, അതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. ഈവൻ ഹാർട്ട് പേഷ്യൻസ്
എല്ലാം ചെയ്തു എന്നിട്ടും ഇല്ല, നമുക്കൊട്ടും പറ്റാതെ വരുന്നവരാണല്ലോ ഈ ട്രാൻസ്പ്ലാന്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അത്തരം പേഷ്യൻസൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ മച്ച് മോർ റിലാക്സ്ഡ് ആവും. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2024 2 ഇയേഴ്സ് ബാക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഈ ആസ്പെക്റ്റാണ്, അതായത് രോഗികൾക്ക് ഒരു സമാധാനം ഉണ്ടാവണം. അപ്പം സമാധാനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണഭയം ഇല്ലെന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഇതുണ്ട്. അപ്പം പ്രശ്നങ്ങളൊക്കെ മാറും, ഒത്തിരി റിലാക്സ്ഡ് ആവും. അപ്പം അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ എല്ലാവരും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പബ്ലിക്ക് മൊത്തത്തിൽ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റഡീസൊക്കെ എല്ലാവരും അറിയണം. പണ്ടൊക്കെയാണ് ഇതൊക്കെ കിട്ടുകയില്ല, ഇന്നിപ്പോൾ അത് നമുക്ക് മലയാളത്തിൽ പോലും കിട്ടും, എന്ത് കാര്യവും മലയാളത്തിലും കിട്ടും. പക്ഷേ 2 വർഷം മുമ്പ് പോലും ആണെങ്കിൽ അത് പറ്റില്ല, എല്ലാം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇതെല്ലാം അവൈലബിളായി. ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. നമ്മൾ പല കാര്യത്തിനും സമയം കളയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പം നമുക്ക് കുറെ കൂടെ റിലാക്സ്ഡ് ആവും. ലൈഫിനെ നമ്മൾ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ള, ആരും വിശ്വസിക്കുക എന്നുള്ളത് അവനവൻ്റെ. ഇപ്പം ഞാനിത് വിശ്വസിക്കുന്നു, രാഹുൽ ഇത് വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ ലോകത്ത് നടക്കുന്ന മെഡിക്കൽ സയൻസിലെ സ്റ്റഡീസ് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റഡി വരുമ്പം നമ്മൾ തീരുമാനിക്കണം, നമ്മളത് വിശ്വസിക്കണം, ഇത് ശരിയാവുമോ തെറ്റായിരിക്കും. നമ്മളെല്ലാത്തിലും അങ്ങനെ ഒരു ലോജിക്കൽ കൺക്ലൂഷനാണല്ലോ എല്ലാത്തിലും. ഈവൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ തന്നെ വെച്ച് നോക്കിയാൽ ഇപ്പം നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം എല്ലാ അസുഖത്തിനും, ഇപ്പം നമ്മളിന്നീ കാണുന്ന അസുഖങ്ങളെല്ലാം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. പക്ഷേ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്ന കാര്യം മാത്രം എല്ലാവരും വിട്ടുപോകുന്നു. അവിടെ മരുന്നിനും ഓപ്പറേഷനും മാത്രമാണ് ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതാണ് എൻ്റെ മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എങ്ങനെ ഇപ്പം ഇന്നിപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊന്നും ഒരു പരിഹാരവും ഇല്ല. ഇപ്പോൾ ഓരോ ഓപ്പറേഷൻ ചെയ്യുക, അല്ലെ ഒരു മരുന്ന് കഴിക്കുക, പിന്നെ മരുന്നുകൾ പലതും വരുന്നുണ്ട്, പക്ഷേ ഒന്നും രോഗം മാറ്റുന്നില്ല. അതാണ് എൻ്റെ ഒരു ബേസിക് ഇൻട്രസ്റ്റ്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് രോഗികൾക്ക് മറ്റുള്ള രീതിയിൽ ഏത് രീതിയിൽ ഒരു സമാധാനം കിട്ടുമോ, അതാണല്ലോ മനസ്സിൻ്റെ സമാധാനമാണല്ലോ ഏറ്റവും. അപ്പം മനസ്സിനെ ചെയ്താൽ മാത്രമേ നമ്മൾ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എല്ലാം കൂടെ കമ്പൈൻഡാണ്. അപ്പം അതിലാണ് അത് ഇപ്പം എല്ലാം വരുമ്പോൾ ഈ കാര്യങ്ങളിലേക്കെല്ലാം നാച്ചുറലി ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ നമ്മുടെ ലൈഫും കംഫർട്ട് ഏത് രീതിയിൽ കിട്ടുമെന്ന് വരുമ്പം ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല, നമ്മൾ ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റും മനസ്സിൻ്റെ നിലകളും അതിന് കൂടുതലായിട്ടുള്ള സ്റ്റഡീസും എല്ലാം വരുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഡോക്ടേഴ്സിന് മാത്രമല്ല പേഷ്യൻസിന്. ഈ പുനർജന്മത്തിലേക്ക് വരുന്നൊരു വിഷയത്തിൽ വരുമ്പോൾ പലപ്പോഴും അവർക്ക് ഓർമ്മ കിട്ടുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുന്നൊരു സാഹചര്യത്തിലായിരിക്കും. ഇപ്പോൾ ചിലർക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ അത് എങ്ങനെയുള്ള മനുഷ്യരാണ്? അതിപ്പോൾ ആക്സിഡൻ്റൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു വരുന്ന മനുഷ്യർ അല്ലെങ്കിൽ പുനർജനിച്ച് വന്നതാണ് എന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ പുനർജന്മത്തിൻ്റെ സ്റ്റഡീസ് എല്ലാം നടന്നത് കൊച്ചുകുട്ടികളിലാണ്. ഇവരെല്ലാം ഈ ഒരു വർത്തമാനം പറയാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ഒരു 2-3 ഇയേഴ്സ് അതിൽ 6 വയസ്സ് വരെയാണ് ഇവർ ഞാൻ ഇവിടുത്തെ അല്ല. ഇപ്പം ഈ ലുക്ടി ദേവി ഏറ്റവും സ്റ്റഡിയുടെ നമ്മളുടെ മഹാത്മാ ഗാന്ധി തന്നെ സ്റ്റഡി കമ്മീഷൻ വെച്ച് ചെയ്യിപ്പിച്ചേ. ആ കുട്ടി ഒരു 3-4 വയസ്സായപ്പോൾ പറയാൻ തുടങ്ങി. ഡൽഹിയിൽ ജനിച്ചൊരു കുട്ടിയാണ്, ഗേള് ശാന്തി ദേവി. എൻ്റെ വീട്, എനിക്ക് ഹസ്ബൻഡുണ്ട്, എൻ്റെ വീട് വേറെയാ, അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം ആ കുട്ടിയുടെ ടീച്ചറാണെന്ന് തോന്നുന്നു ആദ്യം ഇൻട്രസ്റ്റ്. ഇങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അന്വേഷിച്ച് പോയി. അപ്പം ഞാൻ എൻ്റെ ഒരു ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനോ എന്തോ ആണെന്ന് പറഞ്ഞു. ഇയാളിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു കട കണ്ടുപിടിച്ച്, അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരാൾ അയാളുടെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. ഗർഭിണിയായി സിസേറിയൻ ഡെലിവറിയോടുകൂടി, ഡെലിവറിയുടെ 9ാമത്തെ ദിവസം എന്തോ ആണ് മരിച്ചു പോകുന്നത്. അവരുടെ റീഇൻകാർണേഷനാണ് ഈ, അതായത് മധുര 145 കിലോമീറ്റേഴ്സ് ഉണ്ട് ഡൽഹിയും ഇവർ താമസിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരെ ഒരു സ്ഥലത്ത് അവർ 25 മരിച്ചു, 26 ആദ്യം 25 എൻഡിൽ മരിച്ചു, 26 1925 ആണ് കേട്ടോ, 26 ഇവരുണ്ടാകുന്നത്.
അപ്പോൾ ഇതിനു വേണ്ടി ഇപ്പം ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പം സംശയം നിന്ന് മറ്റേ ആരോ പോയി അത് കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരാളുണ്ടെന്നും അത് ശരിയാണെന്നുള്ളതും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 15 പേരെന്തോള്ളൊരു കമ്മിറ്റിയാണ് ഈ കൊച്ചിനെയും കൊണ്ട് മധുരയ്ക്ക് പോകുന്നു. ട്രെയിനിൽ പോയി അവിടെ ചെല്ലുമ്പം ഇവർ ആരെയൊക്കെ റെക്കഗ്നൈസ്, അവരുടെ ഗ്രാൻഡ് ഫാദറിനെയൊക്കെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരവിടെ പൈസയോ എന്തോ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ആർക്കും അറിയത്തില്ലാത്തായിരുന്നു. അപ്പോൾ അതവർ പോയി നോക്കുന്നു, അതവിടെ കണ്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാനത് മാറ്റിയിട്ടുണ്ട്, അത് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ തന്നെ ഈ സ്റ്റഡി ചെയ്തിരിക്കുന്നവർ ഇതുപോലെ ഇത് അന്നൊന്നും ഇത്രയും മെഡിക്കലി നോക്കിയായിരിക്കില്ല. ഇപ്പം അതൊക്കെ സ്റ്റഡി ചെയ്യുന്നത് മച്ച് മോർ ഇൻറ്റൻസ് ആയിട്ട് ഒരു മെഡിക്കൽ ടീം തന്നെ അങ്ങനത്തുള്ള കേസുകൾ വരാറുണ്ടോ? ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ ഉണ്ടല്ലോ റീഇൻകാർണേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എന്തോ ശാന്തി ദേവിയുടെ അത്രയും അറിയപ്പെടുന്ന കേസുകളൊന്നും ഇതുവരെ നമ്മൾ നോക്കാത്തത് കൊണ്ടാണ്. ഒത്തിരി കേസുകൾ ഇതുപോലെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഈവൻ ഒരു കൊച്ചിങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ ബിസിനസ്സുകാരനായ എന്നെ തലയ്ക്ക് വെടിവെച്ച് കൊന്നത് എന്നെ ഇന്ന ആളെന്ന് പറഞ്ഞോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ്. അപ്പം ആ കുട്ടിയുടെ ഒരു എൻട്രൻസ് കൊണ്ടുകൊണ്ട് എക്സിറ്റ് കൊണ്ടുണ്ട്, ബുള്ളറ്റിന് കയറുന്ന മുറിവും ഇറങ്ങുന്നവരുണ്ട്. ആ കുട്ടിയിൽ തന്നെ മുറിവുണ്ട്. അപ്പം ബർത്ത് മാർക്കോടെ അതും സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആക്സിഡൻ്റൽ ഡെത്ത് വരുമ്പോഴത് മേ ബി നമുക്ക് ആ ആക്സിഡൻ്റൽ ഡെത്ത് വന്നിട്ട് പെട്ടെന്ന് തന്നെ ജനിക്കുമ്പോഴായിരിക്കും ഈ മെമ്മറി പോകാതെ കിടക്കാൻ സാധ്യത വരുന്നത്. അതുകൊണ്ട് മിക്കവാറും ഉള്ളതെല്ലാം ഒരു സഡൻ ഡെത്ത് വന്നവരാണ് റീഇൻകാർണേഷൻ സ്റ്റഡിയിലേക്ക് വരുന്ന പിള്ളേരെല്ലാം. അപ്പോൾ അത് കാലം കഴിയാതെ ഒരു സഡൻ ഷോക്കോടെ മരിച്ച് ഇമ്മീഡിയറ്റ്ലി അതിലെന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ടാണോ എന്നൊക്കെയാണ് ഇവർ ഇത് നടക്കുന്നത്. ബേസിക്കലി അങ്ങനെയുള്ള സ്റ്റഡീസ് എല്ലാം ഈ കുട്ടികൾ പറയുന്ന കഥകൾ ട്രേസ് ചെയ്ത് പോയി കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതിന് പിള്ളേരിങ്ങനെ പറയുന്നത് എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള ഐ തിങ്ക് വേറെയും പല ഇന്ത്യയിൽ തന്നെ ഒത്തിരി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും ഈജിപ്തിലും ഒക്കെ ഇത്തരം സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ നോക്കാത്തതുകൊണ്ടാണ് നമ്മൾ കാണാത്ത വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് തന്നെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ടത്തെ ചില സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഹൃദയം മാറ്റി വെക്കുമ്പം മാറ്റിവെച്ച ഹൃദയമുള്ള ആളുടെ ആത്മാവ് ഇയാളുടെ കൂടെ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എവിടേക്കോ അങ്ങനെയുള്ള 1-2 കേസുകളും കണ്ടിട്ടുണ്ട്. അതായത് മരിച്ചുപോയ ആളുടെ ഓർമ്മകൾ വരിക, അതും യഥാർത്ഥത്തിലൊരു പുനർജന്മമാണ്. അതോ മറ്റൊരാളുടെ, നമ്മളിപ്പോൾ പരകായ പ്രവേശം എന്നൊക്കെ പറയത്തില്ല, ഒരാളുടെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒന്നാണോ? ഇപ്പം ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വന്നു കഴിഞ്ഞപ്പം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വരാനും സക്സസ്ഫുൾ ആകാനും കാരണം നമ്മുടെ ഇമ്മ്യൂണോ സപ്രസൻ മരുന്നുകളാണ്. അതായത് നമുക്ക് വേറൊരാളുടെ ഓർഗൻ നമ്മളുടെ നാച്ചുറലി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതൊന്നും നടക്കാതിരുന്നത് ഇതിനു മുമ്പ്. പക്ഷേ നമ്മൾ ഇപ്പം എല്ലാ ഓർഗനും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓർഗൻ എന്ന് പറഞ്ഞാൽ സാധാരണ കിഡ്നി, ലിവർ, ഹാർട്ട്, പിന്നെ ഐയുടെ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഐ മൊത്തമല്ല, നമ്മുടെ കോർണിയ മാത്രമേ ഉള്ളൂ. അതിൽ ബ്ലഡ് വെസൽസും അതിനകത്ത് ഇമ്മ്യൂൺ സെൽസ് ഇല്ല. അതുകൊണ്ട് കോർണിയ ട്രാൻസ്പ്ലാന്റ് പണ്ടേ നടക്കുമായിരുന്നു. കാരണം അതിന് ഒരു നമ്മുടെ റിജക്ഷൻ വരാനുള്ള സാധ്യതയില്ല. അതിന് യൂഷ്വലി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസ് ഒന്നും കഴിക്കണ്ട. പക്ഷെ മറ്റു ഓർഗനൊക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി, ബേസിക്കലി നമ്മളുടെ ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. അതിന് നമ്മൾ നന്നായിട്ട് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ ആ ഓർഗൻ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ പറ്റിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം പലർക്കും പേഴ്സണാലിറ്റി വേരിയേഷൻ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ ഡോക്ടേഴ്സ് ഇപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെ അവരെക്കുറിച്ച് അന്വേഷിക്കരുതെന്നാണ് പറയാറുള്ളത്. കാരണം അവർക്ക് സൈക്കോളജിക്കൽ ഉള്ള ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 50% ആൾക്കാർക്കും ഈ ട്രാൻസ്പ്ലാന്റ് ജനറൽ ഞാൻ പറയുന്ന എൻ്റെ എക്സ്പീരിയൻസ് അല്ല, ഇതെല്ലാം ലിറ്ററേച്ചർ ഉള്ള സ്റ്റഡീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് സൈക്കോളജിക്കൽ വ്യത്യാസം വരുന്നുണ്ട്, പിന്നെ അവരുടെ പേഴ്സണാലിറ്റിയിൽ വേരിയേഷൻ വരുന്നുണ്ട്, പിന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾ മാറുന്നുണ്ട്. ഈവൻ ഫുഡിനെ കുറിച്ചുള്ള നമ്മൾ ചിക്കൻ ഒരാൾ പറയുന്ന ഒരു അതിനൊരു വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളതിൽ പറയുന്ന
ഒരാൾക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അയാൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ പോയത് ചിക്കൻ നജറ്റ് കഴിക്കാനാണ്. അപ്പം ഇയാൾക്ക് തന്നെ ഒരു സംശയം, എനിക്കിത് ഇഷ്ടമുണ്ടായിരുന്ന ഫുഡല്ലല്ലോ. അപ്പം ആദ്യം പോയി അദ്ദേഹം കഴിച്ചിട്ടാണ്. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ അന്വേഷിച്ചറിഞ്ഞപ്പം അയാൾക്ക് കിട്ടിയ ട്രാൻസ്പ്ലാന്റായിട്ട് കിട്ടിയ ഹാർട്ട് ഒരു ആക്സിഡൻറ്റിൽ, ഒരു മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ച ആളുടെയാണ്. അപ്പം അദ്ദേഹം ഈ ചിക്കൻ നജറ്റായിരുന്നു അയാളുടെ പ്രിയപ്പെട്ട ഫുഡ്. അയാളുടെ കോട്ടിനകത്തോ എവിടെയോ ഒരു ബോക്സ് കഴിക്കാത്ത ചിക്കൻ നജറ്റ് തന്നെ ഉണ്ടായിരുന്നെന്നാണ് മരിച്ചു കഴിഞ്ഞപ്പം. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ, അങ്ങനെയുള്ളതൊക്കെ വരുമ്പം ഇപ്പോൾ ഡോക്ടേഴ്സാണ് നമ്മളിതൊന്നും റീഇൻകാർണേഷനെ വിശ്വസിക്കുന്നുണ്ടോ, ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നല്ല, പക്ഷെ ഇതെങ്ങനെ സംഭവിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നത് എങ്ങനെ സംഭവിച്ചു. അവർ ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഈ ഡൊണേറ്റ് ചെയ്ത ആളുടെ വീട്ടിൽ ചെന്നപ്പം അവർ വേറെന്തോ ഒരു കാര്യം കൂടെ അവർ ചോദിച്ചു, അതും ഇതാണ് അങ്ങനെയാണോ എന്നുള്ളത്. അപ്പം അവരുടെ ആ ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് പലരുടെയും, ഈവൻ വേറൊരു കൊച്ചുകുട്ടികളിൽ ഇപ്പോൾ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരു കുട്ടി 6 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി തന്നെ പറയുന്നു, ആ കൊച്ചിനോട് പറഞ്ഞിട്ടില്ല, അത് മറച്ചു വയ്ക്കുകയാണ് അവരും ചെയ്തത്, ഈ വേറൊരാളുടെ ഹാർട്ടാണെന്നൊക്കെ. പക്ഷെ ആ കൊച്ചു തന്നെ പറയുന്നു, എൻ്റെ ഹാഫ് ദ ഏജുള്ള ആളുടെ ഹാർട്ടാണ്. അപ്പം അത് എങ്ങനെയാണ് ശരിക്കും ആ കുഞ്ഞ് മരിച്ച കുട്ടി എന്തോ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് അത് ടോയ് വിൻഡോ പാനൽ എന്തോ വീണപ്പോൾ അതെടുക്കാൻ പോയി, അത് മറിഞ്ഞാണ് മരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് തന്നെ അത് പറയുന്നുണ്ട്, അതിന് പറയാൻ പറ്റുന്നു. അപ്പോൾ അതൊക്കെയാണ്, അതായത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ കുട്ടി പറയുകയാണ്, എൻ്റെ ഈ ഹാർട്ട് ഉണ്ടായിരുന്ന കുട്ടി യഥാർത്ഥത്തിൽ മരിച്ചത് ഇങ്ങനെയാണ് എന്ന് പറയുകയാണ്. അതിൻ്റെ ആ കുട്ടിക്ക് അറിയത്തുമില്ല. ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. 6 വയസ്സുള്ള കൊച്ചാ, 3 വയസ്സുള്ള കൊച്ചാണ്, എൻ്റെ ഹാർട്ടാണ് വന്നിരിക്കുന്നതെന്നോ അത് എങ്ങനെ മരിച്ചു എന്നൊന്നും ആ കുട്ടി തന്നെ പറയുന്നു.